ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാട്ടാ. ഇന്ന് നമ്മുടെ നിരഞ്ജാപ്പിയുടെ ബർത്ത്ഡേ ആണ്, August 17. അതായത് അവൻ ചിങ്ങം 1 ജനിച്ചിട്ടുള്ള ഉണ്ണിയാണ് കേട്ടോ. നിരഞ്ജാപ്പിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേയുടെ പരിപാടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാരണം എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ഉണ്ണി ഉള്ളതുകൊണ്ടും എനിക്ക് പാടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു 2 ദിവസത്തിൻ്റെ ഈ ഒരു ലാഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നിരഞ്ജൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരു യെല്ലോ കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മാംഗോ ഫ്ലേവേർഡ് കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതും മേടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്കണവാടിയിൽ വെച്ചിട്ട് കേക്ക് മുറിക്കാന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. നേരത്തെ തന്നെ അവൻ്റെ ടീച്ചറിനെ വിളിച്ച് ഞങ്ങൾ പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ബർത്ത്ഡേക്കോ അങ്കണവാടിയിലെ പിള്ളേരുടെ ബർത്ത്ഡേക്കോ അവർ ഓരോരുത്തരും ഇങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിക്കാറുണ്ട് കേട്ടോ. ചിലർ മുട്ടായി വിതരണം ചെയ്യും, ചിലർ കേക്ക് മുറിക്കും, അങ്ങനെ. അപ്പോൾ ഉണ്ണികൾക്കും സന്തോഷമാവുമല്ലോ, വേറെ കുഞ്ഞുണ്ണികളൊക്കെ ഉള്ളതല്ലേ, അവർക്ക് കേക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കേക്ക് മേടിച്ച് അങ്കണവാടി കൊണ്ടുപോയി ഒരുമിച്ച് മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതേ നമ്മുടെ ബർത്ത്ഡേ പോയി നിൽപ്പുണ്ട്. അങ്കണവാടിയിൽ പോകണമെന്ന് കേൾക്കുമ്പോഴേ കൊച്ചിന് സങ്കടം കേട്ടോ. അതാണ് ഇന്ന് കരയുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കരച്ചിലൊക്കെ മാറും കേട്ടോ. അവിടെ പിള്ളേരായിട്ട് കളിച്ച് ടീച്ചറെ കാണുമ്പോൾ ആ കരച്ചിൽ സങ്കടമൊക്കെ മാറും കേട്ടോ. അപ്പോൾ അവനെല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. വിഷ് ചെയ്യുന്ന കാഴ്ചയാണിത്. പിള്ളേർക്ക് നല്ല സന്തോഷം. 2 ഉണ്ണികളും കൂടെ ഉണ്ട്. അവർ പക്ഷേ വന്നിട്ടില്ല, അവർക്ക് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. നമ്മുടെ ബർത്ത്ഡേ പോയി നമ്മുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിരഞ്ജൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറഞ്ഞേ. ഇനി ഓരോരുത്തരെ വായിൽ വെച്ച് കൊടുക്കുവാവേ. ടീച്ചറിന് കൊടുത്താ ഫസ്റ്റ്? ടീച്ചറിന്. ഇനി ഫ്രണ്ട്സിന്. അത് ഫുള്ള് വെച്ചോട്. നിരഞ്ജൻ്റെ ക്യൂട്ട് എക്സ്പ്രഷൻ കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചതാട്ടാ. കാരണം കേക്ക് കട്ടിയിട്ട് നമ്മൾ ഉണ്ണികളെ വായിൽ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അത് വലിച്ചെടുത്ത് അവൻ്റെ വായിൽ വീണ്ടും വയ്ക്കുന്ന കാഴ്ച കണ്ടിട്ട് ചിരിച്ചതാട്ടാ. കാരണം കുഞ്ഞു പിള്ളേർ ഭയങ്കര നിഷ്കളങ്കരല്ലേ. അതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾ ചേട്ടന്മാരുടെ ഒപ്പം ഇരിക്കുക കേട്ടാ. അവൾ നോക്കുക എന്താ സംഭവം. കാരണം നിറയെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ആകുമ്പോൾ പിള്ളേർക്ക് കൗതുകമല്ലേ. അപ്പോൾ അവരുടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അതായത് നമ്മുടെ ഉണ്ണികളുടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിറന്നാളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ അവരെ കൂടെയുള്ള കുഞ്ഞു പിള്ളേരുമായിട്ട് ആഘോഷിക്കുമ്പം അവർക്കൊക്കെ സന്തോഷമാവും. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. കാരണം നിരഞ്ജൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ആഘോഷിച്ച്. അവൻ്റെ ടീച്ചറും അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ ഇടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം, കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണി കൂടെ ഉള്ളതുകൊണ്ട് അപ്പം കുറച്ച് വൈകും. അതുകൊണ്ടാണ് വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ മുന്നിലെത്തുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അങ്കണവാടി ഇങ്ങനെ നോക്കുക. അവൾ കേക്കും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട്. ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് അവളും ഇതേ സ്ഥാനത്ത് വന്നിരിക്കേണ്ടതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്നൊരു കുഞ്ഞുണ്ണി അവളെ തലയിൽ കൊണ്ടുവന്ന് ആ തൊപ്പി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൾ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾക്ക് ഇതൊക്കെ കൗതുകമാണ്. വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പിന്നെ കുഞ്ഞുണ്ണികളെയൊക്കെ കാണുമ്പം അവൾക്ക് ഭയങ്കര കൗതുകമല്ലേ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കേക്ക് വീതിച്ചിട്ട് പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അധികം വൈകാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.